ബിഗ് ബോസ് ഹൗസിൽ ഇന്നത്തെ ദിവസം ഓണാഘോഷത്തിൽ മുങ്ങിപ്പോകുമെന്ന് വിചാരിച്ചു. പക്ഷെ ഓണാഘോഷം മാത്രമല്ല ഇന്ന് വീട്ടിൽ നടന്നത്. അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ വീട്ടിൽ നടന്നിട്ടുണ്ട്. കൂടുതലും ഗോസിപ്സും കാര്യങ്ങളൊക്കെയാണ് മെയിൻ കണ്ടന്റ് എന്ന് പറയാം. അത് മാത്രമല്ല വലിയൊരു പണി കിട്ടിയിട്ടുമുണ്ട്. പക്ഷെ വലിയ പണി കൊടുത്തയാള്, അതായത് കിട്ടിയ ആള് അതിന് അനുയോജ്യനായിട്ടുള്ള ഒരാളാണോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമുക്ക് റിവ്യൂ ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ടും താഴെ കമന്റ് ചെയ്യണം, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇന്ന് ഓണാഘോഷത്തിൽ മുങ്ങിപ്പോന്ന് വിചാരിച്ചു. പക്ഷെ ഓണാഘോഷം മാത്രമല്ല, അല്ലാതെ വീക്ക്ലി ടാസ്കിന്റെ ഫൈനൽ ടാസ്കും പിന്നെ അതുപോലെ തന്നെ പണിപ്പുര പ്രവേശനവും ക്യാപ്റ്റൻസി നോമിനേഷനും നടന്നിട്ടുണ്ട്. ഓണം ആയതുകൊണ്ടായിരിക്കാം ജയിൽ നോമിനേഷൻ ഒന്നും ഇല്ലായിരുന്നു. ജയിൽ നോമിനേഷനും ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നത് അനുമോളും ജിസയിലും ഇത്ര നാളും ജയിലിൽ 2-3 ദിവസം കിടന്നല്ലോ. അതുകൊണ്ടായിരിക്കാം ഓണമായോണ്ട്, മെയിൻലി ഓണമായോണ്ടായിരിക്കാം ജയിൽ നോമിനേഷൻ ഇല്ലാത്തത്. അപ്പൊ നമുക്ക് ഇന്ന് നടന്ന കാര്യങ്ങൾ തന്നെ പറഞ്ഞു പോവാം. രാവിലെ 7 മണിക്ക് ഇവർ ഉറക്കം എണീറ്റു. എല്ലാരും പോയിട്ട് റെഡിയായി. ബിഗ് ബോസ് ഇവർക്ക് ഓണാശംസകൾ നേരെയാണ് ബിഗ് ബോസ്. അതിനുശേഷം ഓരോ ടാസ്കുകൾ ഓണായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അതിന് 7 പേരടങ്ങുന്ന 3 ടീമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓരോ ടീമിൽ നിന്നും ഓരോ ഇൻവിജിലേറ്റേഴ്സ് കാണും. അങ്ങനെ ഓരോ ടീമിൽ നിന്ന് വന്ന ഇൻവിജിലേറ്റേഴ്സ് അനീഷും ശൈത്യയും രേണുവായിരുന്നു. ശൈത്യ മറുകണ്ഠം കൺഫേം, പൂർണ്ണമായിട്ട് മറുകണ്ഠം ചാടിയിട്ടുണ്ട്. പുള്ളി ഗ്യാങ്ങിന്റെ കൂടെ തന്നെയാണ്. അത് ഇന്ന് ടീം മാറിയപ്പോൾ തന്നെ മനസ്സിലായി. ആൻഡ് ഫസ്റ്റ് നടന്നത് അത്തപ്പൂക്കളം ടാസ്ക് ആണ്. ഈ അത്തപ്പൂക്കളം ടാസ്കിനായിട്ട് പൂ ഗാർഡൻ ഏരിയ ഓരോരുത്തർ ഇത് കളക്ട് ചെയ്ത് അത്തപ്പൂ ഇടുക എന്നുള്ള ടാസ്ക് ആയിരുന്നു. അപ്പൊ അതിൽ വിജയിച്ചത് തെക്കേടത്തെ ടീമാണ്. അതായത് നമ്മുടെ ശൈത്യയുടെ ടീമായിരുന്നു. അപ്പാനിയും ബുള്ളി ഗ്യാങ്ങിലെ മെയിൻ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്ന ശൈത്യയുടെ ടീമായിരുന്നു. എനിക്ക് ഉള്ള കാര്യം പറഞ്ഞ നല്ല അത്തപ്പൂ ആയിരുന്നു. പക്ഷെ ഈ ഷാനവാസ് ഇട്ടത് ചെറിയൊരു അത്തപ്പൂവായിരുന്നു. അതിന്റെ കൂടെ തന്നെ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് നമ്മുടെ അനീഷിന്റെ ടീം ഇട്ട അത്തപ്പൂവാണ്. എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ട കാര്യമാണ് പറയുന്നത്. പക്ഷെ പൂർണ്ണമായിട്ടൊരു അത്തപ്പൂ വന്നത് നമ്മുടെ ഇവരുടെ അപ്പാനിയുടെ ടീമിന്റെ ആയിരുന്നു. അങ്ങനെ ഇതിന്റെ പേരിൽ അവിടെ ഒരു ഓണത്തല്ല് തന്നെ നടക്കുകയാണ്. ശൈത്യയും അനീഷും തമ്മിൽ ഒരു ഓണത്തല്ല് തന്നെ നടക്കുകയാണ്. അനീഷിന്റെ ടീമിന് തന്നെ ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞ് അനീഷ് അവിടെ ആർഗ്യൂ ചെയ്യുന്നുണ്ട്. ഇതിന് ശൈത്യം വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെ അവിടെ വാക്കേറ്റം ഉണ്ടാകുന്നത്, ഒരു ഓണത്തല്ല് തന്നെ അവിടെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ അവസാനം രേണുവിന്റെ ഒരു സപ്പോർട്ട് ശൈത്യയുടെ ടീമിനോട്ട് പോയതുകൊണ്ട് ശൈത്യയുടെ ടീം വിന്നറായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അതിനുശേഷം പിന്നെ വന്നത് നമ്മുടെ ക്യാപ്റ്റൻസി നോമിനേഷൻ ആയിരുന്നു. ക്യാപ്റ്റൻസി നോമിനേഷനിൽ അബിക്കാണ് കൂടുതൽ വോട്ട് കിട്ടിയത്. 12 വോട്ടൊന്നും അബിക്ക് ഉണ്ടായിരുന്നു. പിന്നെ 7 വോട്ട് വീതം ഒനീലിനും നമ്മുടെ ജിസയിലിനും ഉണ്ടായിരുന്നു. എനിക്ക് ഈ ക്യാപ്റ്റൻസിയിലൊന്നും പറയാനില്ല. കാരണം ക്യാപ്റ്റൻസി നോമിനേഷനിൽ എപ്പോഴും ജിസൈലിനെ പിടിച്ചിരുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല സീരിയസ്ലി. ജിസൈൽ നല്ല ക്യാപ്റ്റൻസിക്ക് അർഹയാണ്. ബട്ട് എപ്പോഴും എല്ലാ ക്യാപ്റ്റൻസിനും മിക്കപ്പോഴും പറയുന്ന ജിസൈലിന്റെ പേര്, അതും എനിക്ക് മനസ്സിലാവുന്നില്ല. അതിൽ മിക്കവരും ജിസൈൽ പറയുന്നത്. നമുക്ക് നോക്കാം ആരും ക്യാപ്റ്റൻസി ആവൂന്ന്. ജിസൈൽ ഇതുവരെ ക്യാപ്റ്റൻ ആയില്ലല്ലോ, അപ്പൊ പേര് പറയുന്നതിന് തെറ്റൊന്നുമില്ല. ഇതിനുശേഷം വരുന്നത് ഷോയ്ക്ക് ശേഷം ഈ വീട്ടിലുള്ളവരുമായിട്ട് ഒരു കോണ്ടാക്റ്റും വേണമെന്ന് അനീഷ് ഇവിടെ പറയുകയാണ്. അതുപോലെ തന്നെ അത് അവർ തമ്മിലൊരു ടോക്കാണ്. എന്നിട്ട് കണ്ണാ തുമ്പി പോരാമ പാട്ടൊക്കെ ജിസയിൽ അനീഷിന് വേണ്ടി പാടി കൊടുക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ അനീഷിന് എനിക്ക് താല്പര്യം, ഗെയിം കഴിഞ്ഞു, ഇനിയൊരു ഫ്രണ്ട്ഷിപ്പിന്റെ ആവശ്യമുണ്ടെന്ന് അനീഷ് പറയുന്നതിനോട് എനിക്കൊരു യോജിപ്പുണ്ട്. എനിക്ക് പേഴ്സണലി ഒരു യോജിപ്പുണ്ട്. കാരണം ഫ്രണ്ട്ഷിപ്പ് വേണമെന്നുള്ളവർക്ക് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. വേണമെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആവാം, ഇല്ലെങ്കിൽ വേണ്ട. ദാറ്റ്സ് ഓൾ. എനിവേ അതവിടെ കഴിഞ്ഞു. പിന്നെ അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ വീക്ക്ലി ടാസ്കിന്റെ ഫൈനലാണ്. വീക്ക്ലി ടാസ്കിന്റെ ഫൈനലിൽ ഒനീലിലെ ന്യൂറയുടെ ടീമാണ് ഇതില് മത്സരിക്കുന്നത്. ഇതിൽ ക്യാപ്പ് മാറ്റണം എന്നാണ് ടാസ്ക്. ബട്ട് ക്യാപ്റ്റ് ഹുക്ക് ചെയ്യണം എന്നുള്ളതാണ് ടാസ്ക്. പക്ഷെ ഇവര് രണ്ടുപേരും മുഖാമുഖം ഇരിക്കും. ആദ്യം ഈ രണ്ടുപേർക്കും കൈ അകലിൽ തന്നെ ഇരിക്കണം. എന്നിട്ട് ആദ്യം ക്യാപ്പ് എടുത്ത് ഹൂക്ക് ചെയ്യുന്ന ആരാണോ അവരായിരിക്കും വിന്നർ. അങ്ങനെ ഒരു സ്പീഡില് നമ്മുടെ ക്യാപ്പ് എടുത്ത് ഹൂക്ക് ചെയ്യുന്നത് നമ്മുടെ നോറയാണ് ഹൂക്ക് ചെയ്യുന്നത്. അപ്പം നോറ വിന്നർ ആവുകയാണ്. പക്ഷെ ബിഗ് ബോസ് അവിടെ കളിച്ചു. നോറയുടെ ടീമിൽ ഉണ്ടായിരുന്നത് ബിന്നിയും അഭിലാഷും ആയിരുന്നു. പക്ഷെ ബിഗ് ബോസ് അവിടെ കളിച്ചത് എന്താന്ന് വെച്ചാൽ ഈ 3 പവർ ഉണ്ടല്ലോ, അതായത് ഫാമിലി വീക്കിന്റെ പവർ, പിന്നെ അതുപോലെ തന്നെ നോമിനേഷൻ ഫ്രീ പവർ, ഡയറക്റ്റ് നോമിനേഷൻ പവർ,
ഈ 3 പവറും എങ്ങനെ കൊടുക്കണമെന്നും അതോ തനിക്ക് മാത്രം മതിയോ എന്നും ക്യാപ്റ്റൻ ആയിട്ടുള്ള നോറയ്ക്ക് തീരുമാനിക്കാം എങ്ങനെ ഇത് വിനിയോഗിക്കണം. അപ്പൊ നോറ ഇവിടെ ഗെയിം കളിച്ചു. നോറ ആ 2 മെയിൻ പവർ, അതായത് നോമിനേഷൻ പവറും നോമിനേഷൻ സേവിങ് പവറും ആരെടുത്തു? നോറ എടുത്തു. ആൻഡ് നമ്മുടെ ഇതിന്റെ പേരെന്താ, ഫാമിലി വീക്കിന്റെ പവർ കൊടുത്തത്, അതായത് ഒരാഴ്ച സ്വന്തം ഫാമിലിക്ക് ഗോസ് വീട്ടിൽ താമസിക്കാം. ഫാമിലി വീക്കിന്റെ പവർ നേരെ എടുത്ത് നമ്മളെ ഇയാൾക്ക് കൊടുത്തു, ബിന്നിക്ക് കൊടുത്തു. അഭിലാഷിനൊന്നും കിട്ടിയില്ല. പക്ഷെ ഇത് തമ്മിൽ അഭിലാഷിനൊന്നും കിട്ടിയില്ല. പക്ഷെ ഇത് പിന്നോടെ സംസാരിക്കുന്നുണ്ട്, ഞാനുള്ളപ്പം നിങ്ങളെ നോമിനേഷനിൽ ഞാൻ വിടില്ലെന്ന് പറയുന്നുണ്ട്. നോക്കാം ഇനി ആദിലേനായിരിക്കും സേവ് ചെയ്യുന്നത്, നോട് തന്നെ സേവ് ആവോ നോക്കാം. ഏതായാലും ഇതിന് ശേഷം എന്താണ് ബിഗ് ബോസ് അല്ലല്ലോ, ഇതിനുശേഷം ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോക്സ് അവിടെ നടക്കുന്നുണ്ട്. ടോക്സും ഡിസ്കഷൻസും കാര്യങ്ങളും. നെവിൻ പറയുന്നുണ്ട്, ഞാനായിരുന്നെങ്കിൽ ഈ 3 പവറും ആർക്കും കൊടുക്കാതെ ഞാൻ ഒറ്റയ്ക്ക് എടുക്കുമായിരുന്നു, നെവിൻ പറയുന്നുണ്ട് നോറയോട്. ആഫ്റ്റർ ദാറ്റ് ഓണം ടാസ്ക് ആണ് പിന്നെ വരുന്നത്. ഓണം ടാസ്ക് നമ്മുടെ പുലികളി, വേട്ടക്കാരൻ, മാവേലി, ഇവരുടെയൊക്കെ കോസ്റ്റ്യൂംസ് ഉണ്ടായിരിക്കും. ഒരു രൂപം, ഹാങ്ങർ പോലത്തെ രൂപം ഉണ്ടായിരിക്കും. അപ്പൊ പണിപ്പുരയിൽ പോയിട്ട് മാക്സിമം കോസ്റ്റ്യൂം കളക്ട് ചെയ്ത് ഹാങ് ചെയ്യണം എന്നുള്ള ടാസ്ക് ആണ്. അപ്പം ഇതിലും വിജയിക്കുന്നത് നമ്മുടെ ഇവനാണ്, അതായത് ശൈത്യയുടെ ടീം തന്നെയാണ് വിജയിക്കുന്നത്. അത് മാക്സിമം കളക്ട് ചെയ്തു. ആരെയാണ് പണിപ്പുരയിൽ പോയിട്ട് എടുത്തത്, അപ്പൊ മാക്സിമം അത് കളക്ട് ചെയ്തു. പിന്നീട് വരുന്നത് ഏതാന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ ഗോസിപ്പ്. അതായത് ഗോസിപ്പ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ ബിന്നിയും റെനയും കൂടെ ഇവിടെ സംസാരിക്കുകയാണ്. ആരെയൊക്കെ പറ്റിയിട്ട്? നമ്മുടെ ജിസൈലിനെയും ആര്യനെയും പറ്റിയിട്ട് സംസാരിക്കുകയാണ്. അതായത് ഈ ജിസൈലിന്റെയും ആര്യന്റെയും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഉണ്ടല്ലോ, അതിനെ പറ്റിയിട്ട് ഗോസിപ്പാണ് ഇവര് സംസാരിക്കുന്നത്. അതായത് ഈ അനിമോള് ഇത് പറഞ്ഞതിന് ശേഷം ഞാൻ ഇത്തിരി നോട്ട് ചെയ്തിട്ടുണ്ട്, കാര്യങ്ങളുണ്ട് എന്നൊക്കെ ബിന്നി പറയുന്നുണ്ട്. അപ്പം റെന പറയുന്നുണ്ട് അവര് തമ്മിൽ നല്ല കെമിസ്ട്രി ആണ്, ബോണ്ട് ഉണ്ട്, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ റെനയ്ക്ക് ബിന്നി പറഞ്ഞത് അത്ര പിടിച്ചില്ലെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം റെന എപ്പോഴും ജിസേലിന്റെ വാലാണല്ലോ, ബിന്നി ആ ക്ലോസ് അവരൊരു ടീമാണെങ്കിൽ അത്ര ക്ലോസ് അല്ലല്ലോ. റെനയ്ക്ക് ഒരുമാതിരി പിടിച്ചില്ലാത്തൊരു രീതിയാണ്. നല്ല കെമിസ്ട്രി ഉണ്ട്, ബോണ്ട് ഉണ്ട്. പക്ഷെ എന്താണെന്ന് പിന്നീട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നൊക്കെ റെന പറയുന്നുണ്ട്. പക്ഷെ ബിന്നി ഇവിടെ പറയുന്നുണ്ട്, അനു ഈ കാര്യം പറഞ്ഞതിന് ശേഷം ഞാൻ കുറച്ചും കൂടെ അതിനു മുമ്പ് എനിക്കൊന്നുമില്ല, പക്ഷെ ഞാൻ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ട്, എന്താണ് ഒരു ഗോസിപ്പ് മാതിരിയാണ് ഇവർ സംസാരിക്കുന്നത്. പിന്നീട് നടക്കുന്നത് നമ്മുടെ അഭിലാഷും സാബുമാനും പിന്നെ നൂറയും മൈജിയുടെ ആ ഒരു കോൺടെസ്റ്റ് വിൻ ചെയ്തിട്ട് അവർക്കുള്ള സമ്മാനം 2 മണിക്കൂർ തന്നെ അവർ വീട്ടിൽ മൈജി എത്തിച്ചു. അപ്പൊ അതിന്റെ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. ലാസ്റ്റ് അല്ല, പിന്നീട് നമ്മുടെ വൈൽഡ് കാർഡ്സിന്റെ പണിപ്പുര പ്രവേശനമാണ് നമ്മൾ കാണുന്നത്. അല്ല അതിന് മുമ്പായിട്ട്, വൈൽഡ് കാർഡ്സിന്റെ പണിപ്പുര പ്രവേശനത്തിന് മുമ്പായിട്ട് ഇവർക്ക് ഓണം ടാസ്ക് 3ാമത്തെ ടാസ്ക്, അത് പായസം ഉണ്ടാക്കുന്ന ടാസ്ക് ആണ്. അത് മാക്സിമം പായസത്തിനുള്ള ഇൻഗ്രീഡിയൻസ് പണിപ്പുരയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് പായസം ഉണ്ടാകണം. ഇതിലും വിൻ ചെയ്യുന്നത് ശൈത്യയുടെ ടീം തന്നെയാണ്. അങ്ങനെ അവര് ടീം വിന്നർ ആവുകയാണ്. ലാസ്റ്റ് ഇനിയാണ് നമ്മുടെ ഇത് നടക്കുന്നത്, അതായത് വൈൽഡ് കാർഡിന്റെ പണിപ്പുര പ്രവേശനം നടക്കുന്നത്. അപ്പൊ വൈൽഡ് കാർഡുകൾക്ക് 20 സെക്കൻഡ് സമയം കൊടുത്തു മാക്സിമം കളക്ട് ചെയ്യാം. അപ്പൊ വൈൽഡ് കാർഡുകൾ ഇവിടെ മാക്സിമം കളക്ട് ചെയ്യുന്നുണ്ട്. 20 സെക്കൻഡിന് 5 സെക്കൻഡിന് 20 സെക്കൻഡ് എൻഡ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ അവർ പുറത്തിറങ്ങി. പിന്നെ കയറാൻ പോയിട്ട് പിന്നെ കയറിയില്ല, പുറത്തിറങ്ങി. അങ്ങനെ മാക്സിമം വലിയ 16 ബിഗ് ബോംസ് ആണ് ഇവർ കളക്ട് ചെയ്തത്. അപ്പൊ വലിയ പണിയാണ്. വലിയ പണി എന്ന് വെച്ചാൽ ഇനി നോമിനേഷൻ പവർ ഉണ്ടല്ലോ, അതായത് വീക്കെൻഡ് നമ്മുടെ എവിക്ഷൻ നോമിനേഷനിലേക്ക് എല്ലാവർക്കും ഒരു പവർ ഉണ്ടല്ലോ. അപ്പൊ അതിന് ഇനി ഒരാൾക്ക് ആ പവർ യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് ഒരാൾക്ക് ഇനി നമ്മുടെ സീസൺ എൻഡ് ചെയ്യുന്നത് വരെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇവരെല്ലാരും കൂടെ സെലക്ട് ചെയ്യുന്നത് അനീഷിനെയാണ്. അനീഷിന്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ അനീഷ് കറക്റ്റ് ആയിട്ടുള്ള ഒരു റീസൺ അല്ല നോമിനേഷനിൽ പറയുന്നതെന്ന് പറഞ്ഞാണ് അനീഷിനെ നോമിനേറ്റ് ചെയ്യുന്നത്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവർക്ക് ഇത് ബുദ്ധിപൂർവ്വമായിട്ട് ചിന്തിച്ചുകൂടായിരുന്നു. എന്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നൂറയ്ക്ക് ഡയറക്റ്റ് നോമിനേഷൻ 3 ആഴ്ചത്തെ പവർ ഉണ്ട്. എന്തുകൊണ്ട് ഇവർക്ക് നൂറേനെ സെലക്ട് ചെയ്തുകൂടാ? അപ്പൊ അതിലൊരു പവർ അത് ഇതായി പോവല്ലേ.
അതായത് ഇവർക്ക് ഡയറക്റ്റ് നോമിനേഷൻ ഉള്ള പവർ നൂറയ്ക്ക് നഷ്ടമായി പോവില്ല. അവർക്ക് അങ്ങനെ ഗെയിം കളിക്കുകയായിരുന്നു. അത് മാത്രമല്ല ഇവര് പറയുന്നുണ്ട് അപ്പാനിക്ക് കൊടുക്കാന്നായി, കാരണം എല്ലാവരും വിചാരിച്ചത് അപ്പാനി എടുക്കുമെന്നാണ്. പക്ഷെ അവിടെ അങ്ങനെ കളിച്ചുകൊണ്ട് നമ്മൾ അനീഷിന് കൊടുത്ത് നന്നായി ഇവർ വൈൽഡ് കളറിനെ പറ്റി ഡിസ്കഷൻ നടത്തുന്നുണ്ട്. ആൻഡ് എനിവേ പക്ഷെ എനിക്ക് തോന്നിയ കാര്യം ന്യൂറയ്ക്ക് ഇത് കൊടുക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ന്യൂറയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ ഡയറക്റ്റ് നോമിനേഷനിൽ ആ ഒരു പവർ ന്യൂറയ്ക്ക് കിട്ടൂലായിരുന്നു. അതായത് എന്താണ് ന്യൂറയ്ക്ക് ഒന്ന് ബിന്നിക്ക് ഒന്ന് അങ്ങനെ നിൽക്കുമായിരുന്നു. അങ്ങനെ കളിക്കാമായിരുന്നു എനിക്ക് തോന്നി. അല്ലെങ്കിൽ എന്താണ് വേറെ ആർക്കെങ്കിലും കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം അനീഷ് കറക്റ്റ് ആയിട്ടുള്ള റീസൺസ് പറഞ്ഞു തന്നെയാണ് അനീഷ്. ഇവരാരും പറഞ്ഞ ഷാനവാസിന്റെ പേരാണ്. ഷാനവാസിനെ കൊടുത്താലും ഓക്കെ ആയിരുന്നു. കാരണം എന്താണ് ജിസേലിന്റെ ഡ്രസ്സിങ് ശരിയല്ലെന്ന് പറഞ്ഞ് നോമിനേറ്റ് ചെയ്തതാണ് ഷാനവാസ്. ഷാനവാസിനെ കൊടുത്താലും ഓക്കെ ആയിരുന്നു എന്ന് എൻ്റെ ഒരു അഭിപ്രായമാണ്. പക്ഷെ അനീഷിന് കൊടുക്കേണ്ടിയിരുന്നില്ലെന്ന് എനിക്ക് നല്ലൊരു അഭിപ്രായമുണ്ട്. ആൻഡ് എനിവേ ആ പണിയെ പറ്റിയുള്ള ഡിസ്കഷൻസ് വൈൽഡ് കാർഡ്സ് നടത്തുന്നുണ്ട്. പക്ഷെ ഈ സാബുമാനി ഡിസ്കഷൻ ഒന്നും വരുന്നില്ല. ഇതിന് ശേഷം നമ്മുടെ ശൈത്യ എന്ത് ചെയ്യാണ്? ശൈത്യ പോയിട്ട് ഇവിടെ സംസാരിക്കുന്ന കാര്യങ്ങൾ അവിടെ പോയിട്ട് അക്ബറിന് ചോർത്തി കൊടുക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം അവന്റെ ആ ഒരു എന്താണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ പോയിട്ട് അക്ബറിന് ചോർത്തി കൊടുക്കുകയാണ്. അതായത് ശൈത്യ ബുള്ളി ഗ്യാങ് എന്താ വലിയ സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് ശൈത്യ എന്താണ് ബുള്ളി ഗ്യാങ്ങിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കാനാണ് നോക്കുന്നത്. പക്ഷെ ബുള്ളി ഗ്യാങ്ങിന് അറിയാം ശൈത്യ ഈ ആഴ്ച നിൽക്കൂലെന്ന് അറിയാം. അത് വോട്ടിങ്ങിന്റെ കാര്യമാണ് അറിയില്ല. ആൻഡ് അങ്ങനെ ശൈത്യ എന്ത് ചെയ്യാണ്? ശൈത്യ പോയിട്ട് ഓരോ കാര്യങ്ങൾ ശൈത്യയുടെ ഒച്ചി കൊടുക്കുന്ന ഇപ്പൊ നെവിന കാരണം ഇവർക്ക് ഇങ്ങനെ സപ്പോർട്ട് ഉണ്ട് അതാണ് ഇതാണെന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് നെവിൻ ഇങ്ങനെ നിൽക്കുന്നത് എന്നും പറഞ്ഞ് ശൈത്യ പോയിട്ട് ഒച്ചി കൊടുക്കുന്നത് തന്നെ പറയണം. അത് ശൈത്യയുടെ ഗെയിം ആയിരിക്കാം, ഓക്കെ, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഗെയിം. അത് ഒച്ചി കൊടുക്കുന്ന ഗെയിം തന്നെയാണ്. പക്ഷെ ശൈത്യ അവിടെ ശരിക്കും ഒച്ചി കൊടുക്കുന്നത് തന്നെയാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ നടക്കുന്ന കാര്യം അവിടെ പോയി പറയുന്നത് ഒരു ചീപ്പ് ഗെയിമാനാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിനുശേഷം ഇതിനുശേഷം അപ്പാനിയും ആര്യയും തമ്മിലൊരു സംസാരം നടക്കുകയാണ്. അതായത് അപ്പാനി പറയാണ് ഇതിനെ പറ്റിയിട്ട് എനിക്ക് ഈ ആഴ്ചയോടെ എന്റെ ചീട്ട് കീറുമെന്ന് അപ്പാനി പറയാണ്. ഈ ആഴ്ചയോട് കൂടി എന്റെ ചീട്ട് കീറും, എനിക്ക് നല്ല പേടിയുണ്ട് അപ്പാനി പറയാണ്. ആര്യനോട് പറയാണ് എന്ന് പറയാണ്. ഇതിലിടയ്ക്ക് ഒരു ശബ്ദം കേൾക്കുകയാണെങ്കിൽ സോറി, അത് ട്രെയിനിന്റെ ആ ഒരു ഷണ്ടിങ്ങിന്റെ ശബ്ദമാണ്. അപ്പം അവിടെ അപ്പാനിക്ക് നല്ല പേടിയുണ്ട്. അപ്പാനിക്ക് ഈ ആഴ്ച വിറ്റായി പോവോ എന്ന് നല്ല പേടിയുണ്ട്. അത് മാത്രമല്ല അപ്പാനി ഇവിടെ മസ്താനിയെ പേടിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് മസ്താനിയോട് അടുക്കാനേ പോണ്ട എന്ന് അപ്പാനി ഇവിടെ മസ്താനിയെ പേടിക്കുന്നുണ്ട്. മസ്താനിയോട് അടുക്കാനേ പോണ്ട. അപ്പൊ ആര്യം പറയുന്നുണ്ട്, ആരടുത്താണ് ഈ പറയുന്നത്? ഉപദേശം നേടുന്ന ആരത്താണ്? ആര്യന്റെ അടുത്ത്. ആര്യയോട് പറഞ്ഞ് നീ അതൊന്നും നോക്കണ്ട, ഇങ്ങനെ പോട്ടെ, ഇങ്ങനെ അത് നോക്കണ്ട, മാക്സിമം പോയിട്ട് ബുള്ളി ചെയ്യണമെന്നൊക്കെ ആര്യം പറയുന്നുണ്ട്. അപ്പം അപ്പാനി ശരത്ത് പറയുന്നുണ്ട് തെറി വിളിക്കുന്ന ആണുങ്ങളെയാണ് പ്രേക്ഷകർക്ക് കൂടുതൽ ഇഷ്ടമെന്ന്. എനിക്കറിഞ്ഞൂടാ അതെപ്പോഴാണ് നടന്നതെന്ന്. തെറി വിളിക്കുന്ന ആണുങ്ങളാണ് പ്രേക്ഷകർക്ക് കൂടുതൽ ഇഷ്ടമെന്ന് പറയുന്നുണ്ട്. എനിക്കറിഞ്ഞൂടാ അപ്പാനി എന്തിന്റെ അടിസ്ഥാനമാണ് പറഞ്ഞത് എനിക്കറിഞ്ഞൂടാ. ആൻഡ് പുറത്ത് വൈൽഡ് കാർഡ്സ് തമ്മിലുള്ള ഡിസ്കഷൻ മസ്താനി പറയാണ് അപ്പാനി ശരത്തിനെ കൊണ്ട് എന്നെ അടിപ്പിക്കുക. അതായത് അപ്പാനി ശരത്തിനെ എന്നെ ഒരു അടി ഞാൻ വാങ്ങിക്കൂന്ന് മസ്താനി പറയാണ്. എന്തിന്? മറ്റേ ഇത് എന്താ അവന്റെ പേര് പറഞ്ഞു ഫിസിക്കൽ അസോൾട്ട് ആരോപിച്ചു അപ്പാനിയെ പുറത്താക്കാനുള്ള പരിപാടി നോക്കുകയാണ് മസ്താനിയുടെ ഡയറക്ട്ലി എന്താണ് ഇവിടെ ഗെയിം ഇറക്കാണ്. ആരെടുത്ത്? നമ്മുടെ അപ്പാനിയുടെ അടുത്ത് ഗെയിം ഇറക്കാണ്. ബുള്ളി ഗ്യാങ്ങിന് നേരെ ഗെയിം ഇറക്കാനാണ് മസ്താനിയുടെ പ്ലാൻ. അത് മാത്രമല്ല മസ്താനി ഇന്ന് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കളിക്കുന്നുണ്ടോ എന്നൊരു സംശയം തോന്നിയിട്ടുണ്ട്. പിന്നെ ഓണസദ്യയൊക്കെ ഇവർ കഴിച്ച സമയത്തൊക്കെ മസ്താനി മാറിയിരിക്കുകയായിരുന്നു. എനിവേ അങ്ങനെ അപ്പാനിനെ ഞാൻ അടി വാങ്ങും എന്ന് മസ്താനി പറയുകയാണ്. എവിടെയാണ് നമ്മുടെ എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരു ഗെയിം പ്ലേ വൈൽഡ് കാർഡ് മസ്താനിക്ക് ശക്തമായിട്ടൊരു ഗെയിം പ്ലാൻ ഉണ്ടെന്ന് ഫീൽ ചെയ്യുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഫിസിക്കൽ അസോൾട്ട് ചെയ്യിപ്പിക്കണം എന്ന് വരെ ഒരു, പക്ഷെ മസ്താനി ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മസ്താനി ഇത് തുറന്ന് പറയരുതായിരുന്നു. കാരണം ഇത് കേട്ട സാബുമാൻ ആണെങ്കിൽ ഒറ്റക്കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം സാബുമാന് ബുള്ളി ഗ്യാങ്ങിനോട് ഒരു അഫെക്ഷൻ ഉണ്ട്. ഇനി സാബുമാൻ ഒറ്റ കൊടുക്കോ ഇല്ലെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, നമുക്ക് നോക്കാം. ഇനി നാളെ ലാലേട്ടന്റെ എപ്പിസോഡാണ്. ആരാണ് എവിക്റ്റാവുന്നതെന്ന് നമുക്ക് നോക്കണം. ഇപ്പൊ ലാലേട്ടൻ അനുമോളുടെ കാര്യത്തിൽ എന്തൊക്കെ പറയുന്നു, നമ്മുടെ ആ ജിസേലിന്റെ ആ ഒരു കാര്യത്തിൽ എന്ത് പറയുന്ന ഒരു ആർഗ്യുമെന്റ്സ് നോക്കണം. അപ്പം നമുക്ക് ഈ വൈൽഡ് കാർഡിനെ പറ്റിയിട്ടുള്ള അനാലിസിസ് എന്തായാലും ലാലേട്ടൻ നടക്കും. അവർക്ക് 2 കൊടുക്കും. നമുക്ക് നോക്കാം എന്താണ് നടക്കുന്നതെന്ന്. സോ താങ്ക് യു ഓൾ.